കൃതിയിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമഃശിവായ നായക നമോ നമ. എന്താ അവിടെ പറഞ്ഞത്? അടിക്കു പന്നി പോയി. ഭൂമിയിൽ വലിയവനാരെന്നറിയുവാനായിട്ട് ഇതാ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ അംഗം നടക്കുകയാണ്. അടിയിലേക്ക് ഈ വലിയ പ്രകാശസ്വരൂപത്തിൻ്റെ അടി കണ്ടുപിടിക്കുവാൻ താഴേക്ക് പന്നിയുടെ രൂപത്തിൽ ആര് പോയി? ആരാ പന്നിയുടെ രൂപത്തിൽ പോയത്? മഹാവിഷ്ണു അല്ലേ? മുടിക്കൊരന്നവും പറന്നടുത്തു. മുകളിലേക്ക് ആര് പോയി? ഇതൊക്കെ വലിയ കഥയാ അല്ലേ? ഒരു കഥ പറഞ്ഞാൽ തീരാനുള്ള സമയമുള്ളത്, നമുക്ക് സമയമില്ല, അതുകൊണ്ട് പറയണില്ല. അങ്ങനെ ഇവർ രണ്ടാളും അഗ്രം കണ്ടുപിടിക്കാൻ പോയിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷെങ്കിൽ ഇതാ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ അല്ലേ? ഗുരുവിലേക്ക് വന്നു ചേരുകയായിരുന്നു ആ പ്രകാശം. അല്ലെങ്കിൽ അല്പസമയം അവിടെ നിന്നിട്ട് പോവുകയല്ല ചെയ്തത്, ഗുരുവിലേക്ക് വന്നു ചേരുകയാണ്. മുമ്പ് ഇവിടെ പാടിയില്ലേ കുണ്ടലിനി പാട്ട്? അതിലെങ്ങനെയാ പറയുന്നത്? പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ലെന്നാടുപാമ്പേ. പാടിയിട്ടുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ? പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ല എന്ന് ആടുപാമ്പേ. പക്ഷേ നാം ആരാണ്? ഓമെന്നു തൊട്ടോരാ കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാടുപാമ്പേ. എന്താ പറഞ്ഞത്? ഓം എന്ന് പറയുന്ന കോടി മന്ത്രപ്പൊരുളും നാം തന്നെയാണ്. അതായത് ഇതാ അനുഭവിച്ചറിഞ്ഞു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അല്ലേ? ഗുരു തൃപ്പാദങ്ങൾ അനുഭവിച്ചറിഞ്ഞു നാമും ഈശ്വരനും ഒന്ന് തന്നെ. വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഈശ്വരനും ഞാനും ഒന്നായി കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുന്നത്? ജനനി നവരത്നമഞ്ജരിയുടെ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെ ഇരിക്കുമെന്ന്. ജനനി നവരത്നമഞ്ജരി എല്ലാവരും ചൊല്ലിയിട്ടില്ലേ? തൊണ്ടയ്ക്കൊരു അല്പം പ്രശ്നമാണ്, പനിക്കാണ്, എനിക്ക് എപ്പോഴും അസുഖമാണെന്ന് അറിയാലോ. അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇങ്ങനെ പാടുന്നത്. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നും ഇതു കണ്ടാടുമംഗമകവും കൊണ്ട് 1000 തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലുമീ നിലയിൽ ഉണ്ടാകയില്ലറിവ ഖണ്ഡാനുഭൂതിയിൽ എഴും തണ്ടാര് വീണ് മധുമുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂര്യസുകൃതി. കണ്ടോ സൂര്യസുകൃതി എങ്ങനെയായിരിക്കുമെന്ന്? എങ്ങനെയാണോ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൽ തേനുണ്ണുവാൻ വണ്ട് വന്നിരിക്കുന്നത്, അങ്ങനെ വണ്ട് വന്ന് മനോഹരമായ തേൻ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ട് ലോകത്തെ മുഴുവൻ അങ്ങ് മറന്നു പോകും. ലോകത്തെ മുഴുവൻ മറന്ന് അവൻ ആ മധു ഉണ്ടങ്ങനെ മധുവിൽ ലയിച്ചങ്ങനെ ഇരിക്കും. ഒരിക്കലും അവൻ വിചാരിക്കുന്നില്ല ഈ പൂവ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പൂവ് കൂമ്പിപ്പോകുമെന്നും അതിനുള്ളിലിരുന്ന് താൻ മരിച്ചു പോകുമെന്നും. അത്ര സുഖമാണ് ആ ഒരു ഇരിപ്പ്. അതുപോലെയാണ് ഈശ്വരനും ഞാനും ഒന്നായി തീരുമ്പോഴുള്ള ആ ഇരിപ്പ്. അതിൽ നിന്ന് പുറത്തേക്ക് പോരുവാൻ ആരും ഒരുങ്ങില്ല. പക്ഷേങ്കിൽ ഇവിടെ അൻപാർന്ന ഹൃദയമുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അല്ലേ? അന്യർക്കു ഗുണം ചെയ്വതിന് ആയുസുവപുസ്സും ധന്യത്വമോടങ്ങാത്മ തപസ്സും ബലി ചെയ്വൂ. കണ്ടോ? അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വപുസ്സും ധന്യത്വമോടെ ആ ആത്മതപസ്സും ബലി ചെയ്തു. ഇതുപോലൊരു സന്യാസി വേറെ ഇല്ല. ഗുരുജനങ്ങളെ,
ഇതുപോലൊരു സന്യാസി വേറെ ഇല്ല. വേദാഗമസാരങ്ങളെ മുഴുവൻ അറിഞ്ഞുകൊണ്ട് അത് തന്നിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെറുതെ ഇരുന്നില്ല, ലോകത്തിന് മുഴുവൻ അത് പകർന്നു കൊടുത്തില്ലേ? ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്തു. തൻ്റെ ജീവിതം ലോകത്തിന് കാഴ്ചവെച്ചു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ലോക പ്രാർത്ഥന എഴുതി തന്നു. സാധാരണയിൽ സാധാരണക്കാരായ പുലയ കുട്ടികൾക്ക് പ്രാർത്ഥിക്കുവാനാണ് എന്തെഴുതി തന്നത്? സർവമത സമ്മേളനം നടന്ന ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്തെഴുതി? ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. എന്താ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളോട് പറയുകയാണ്, ഭഗവാന്റെ കയ്യിൽ നിങ്ങളല്ല പിടിക്കേണ്ടത്. ആണോ? നിങ്ങൾ ഭഗവാന്റെ കയ്യിലല്ല പിടിക്കേണ്ടത്. ഭഗവാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലൊന്ന് പിടിക്കണം, അല്ലേ? അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഭഗവാൻ പിടിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആവശ്യമുള്ളപ്പോഴൊക്കെ ഭഗവാന്റെ കയ്യിൽ പിടിക്കും, ആവശ്യം കഴിയുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിടും. വിടത്തില്ലേ? എവിടെ എത്തും? ജീവിതസാഗരത്തിൻ്റെ മധ്യത്തിൽ താഴ്ന്നു പോകും നമ്മൾ, ഇല്ലേ? അങ്ങനെ മധ്യത്തിൽ താഴ്ന്നു പോകാനുള്ളവരാണോ? അല്ല. അൻപാർന്ന മുനി നമ്മളോട് പറയുകയാണ്, അങ്ങനെ താഴ്ന്നു പോകാനുള്ളവരല്ല നമ്മൾ. എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ജീവിതം ധന്യമാക്കണം നമ്മൾ, ഇല്ലേ? അതിനെന്ത് ചെയ്യണം? ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മ വിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഗുരു പറഞ്ഞു തരികയാണ്, തൻ്റെ ജ്ഞാനസരണിയിലൂടെ ഗുരു പറഞ്ഞു തരികയാണ്. എന്താണ്? ഒരുവന് നല്ലതും അന്യനല്ലലും ചേർത്തുള്ള ഒരു തൊഴിലുകളൊക്കെ ആത്മാവിന് വിരോധമുള്ളതാണ്. അതൊന്നും നാം ചെയ്യരുത്. അയലു തഴപ്പതിനായി അതിപ്രയത്നം അറിയണം, നയമറിയും നരനാചരിച്ചിടേണം. കണ്ടോ? അയല് തഴപ്പതിനായി അതിപ്രയത്നം. ഇതാ നല്ല ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു. ആര്? യേശുവെന്ന മഹാഗുരു പറഞ്ഞില്ലേ? യേശുവെന്ന മഹാഗുരു നല്ല ശമരിയാക്കാരൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ബൈബിളിലൂടെ പറഞ്ഞു തരുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് പറയുകയാണ്, അയല് തഴപ്പതിനായ അതിപ്രയത്നം നാം ചെയ്യണം. നമ്മുടെ അയൽക്കാരൻ ആരാണ്? നമ്മുടെ അയൽക്കാരനാണ് നല്ല ശമരിയാക്കാരൻ, അല്ലേ? അവൻ തൊട്ടടുത്തല്ലായിരിക്കാം, പക്ഷെ അവൻ്റെ ഹൃദയം എവിടെയാണ്? നമ്മളുടെ തൊട്ടടുത്ത് തന്നെ, അല്ലേ? അവൻ്റെ ഹൃദയം എപ്പോഴും നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതെങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ശരീരങ്ങൾ കൊണ്ട് അടുത്താണ് താമസിക്കുന്നത്, പക്ഷേ ഹൃദയങ്ങൾ കൊണ്ടോ അകന്നു പോയിക്കൊണ്ടേയിരിക്കുക, അല്ലേ? ഇതല്ല നമ്മളോട് ഗുരു പറഞ്ഞു തന്നത്. നമ്മൾ ഹൃദയങ്ങളിലൂടെ അടുക്കണം, ഹൃദയങ്ങൾ ചേർത്ത് വെക്കണം നമ്മളുടെ. അപ്പം നമ്മളുടെ ചിന്താഗതികൾ ഒന്നാവുമ്പോഴാണ് ഹൃദയങ്ങൾ ഒന്നാവുന്നത്, അല്ലേ? നമ്മുടെ ചിന്താഗതികൾ ഒന്നാവണം. അപ്പോൾ മാത്രമേ അയൽ തഴപ്പതിനായി അതിപ്രയത്നം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആ അയൽ തഴപ്പതിനായി അതിപ്രയത്നം ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയൊരഹന്ത വരം തരേണം. വേണ്ടേ? ഞാൻ എന്ന ഭാവത്തെ ഒന്ന് എടുത്തു കളയണം. നമ്മളിൽ നിന്ന് ഞാൻ എന്ന ഭാവത്തെ എടുത്തു കളഞ്ഞുകൊണ്ട് എങ്ങനെയാ മനുഷ്യൻ ജീവിക്കുന്നതെന്നാ ഗുരു പറഞ്ഞത്?